കാതറിൻ, ഇന്ന് നിന്നെ ഞാൻ സന്ദർശിച്ചിരുന്നു. ഈശോ കാതറിനോട് ഈ കാര്യം പറയുമ്പോൾ കാതറിൻ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എപ്പോഴാണ് നീ എന്നെ സന്ദർശിച്ചത്? സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ CNIയിലെ വിശുദ്ധ കാതറിൻ്റെ കമ്മ്യൂണിറ്റിയിൽ പ്രാർത്ഥന നടക്കുകയാണ്. കാനോന നമസ്കാര പ്രാർത്ഥന നടക്കുമ്പോൾ സമൂഹം മുഴുവനും ആഴമായ പ്രാർത്ഥനയിൽ ലയിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വന്ന് വാതിൽക്കൽ മുട്ടി. അതൊരു ഭിക്ഷക്കാരനായിരിക്കാം എന്ന് കരുതി ആ സമൂഹത്തിലുണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ പ്രാർത്ഥന നിർത്തി പുറമേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴാണ് മനസ്സിലായത് ഒരു വളരെ പാവപ്പെട്ട ദരിദ്രനായ ഭിക്ഷക്കാരനായ ഒരു വ്യക്തി സഹായം ചോദിച്ച് വന്നിരിക്കുകയാണ്. പ്രാർത്ഥന പാതി വഴി ഉപേക്ഷിച്ചുകൊണ്ട് ഈ വ്യക്തി എന്തു ചെയ്തു? തന്നാലാവുന്ന വിധത്തിൽ ചില സഹായങ്ങളൊക്കെ ഈ പാവപ്പെട്ട മനുഷ്യന് ചെയ്തുകൊണ്ട് തിരിച്ച് പള്ളിയിൽ വന്നു, പ്രാർത്ഥന തുടർന്നു. അതേ സമയത്ത് വിശുദ്ധ കാതറിൻ ഓഫ് സിയന്ന പള്ളിയിലിരുന്നു കൊണ്ട് സഹായിക്കാൻ പോയ കന്യാസ്ത്രീയെക്കുറിച്ച് മനസ്സിൽ മോശമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറ്റം വിധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കുറ്റം വിധി? ഇവിടെ ഇത്രയും വലിയ പ്രാർത്ഥന നടക്കുമ്പോൾ എന്തിനാണ് ആ വ്യക്തി മറ്റുള്ളവരെ സഹായിക്കാൻ പോയത്? പ്രാർത്ഥനയല്ലേ വലുത്? സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിച്ച കാതറിൻ ഓഫ് സിയന്നയോട് വൈകുന്നേരം കിടക്കാൻ നേരത്ത് വൈകുന്നേരം ആയപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, കാതറിൻ, ഇന്ന് വൈകുന്നേരം ഞാൻ നിന്നെ സന്ദർശിക്കാൻ വന്നിരുന്നു. അപ്പോഴാണ് കാതറിന് മനസ്സിലായത്, പ്രാർത്ഥനയുടെ സമയത്ത് ആശ്രമത്തിൽ ഒരു ദരിദ്രന്റെ രൂപത്തിൽ, ഭിക്ഷാടകന്റെ രൂപത്തിൽ ആ കോൺവെന്റിലേക്ക് കടന്നു വന്നത് സാക്ഷാൽ ഈശോ തന്നെയായിരുന്നു. എന്നിട്ട് ഈശോ കാതറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കാതറിൻ, നീ വിശുദ്ധിയിൽ ആത്മീയതയിൽ ഒരുപാട് വളർന്നിട്ടുണ്ട്. എന്നാൽ നിന്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ട്. അത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമാണ്, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന സ്വഭാവമാണ്. നമ്മൾ ചിന്തിക്കുക, നമ്മൾ ഒരുപാട് ആത്മീയമായ വളർന്നു എന്ന് കരുതുന്ന പലരും എപ്പോഴും നിയമത്തിൻ്റെ കുരുക്കുകളിലൊക്കെ പെട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളർന്നു എന്ന് കരുതുമ്പോഴും മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും അവർ ചെയ്യുന്ന സൽപ്രവർത്തികളെ ചെറുതായി കാണുകയും ചെയ്യുന്ന സ്വഭാവം ആത്മീയ ജീവിതത്തിൽ ഒരുപക്ഷെ കടന്നു വന്നേക്കാം. നമ്മൾ ചിന്തിക്കുക, പ്രാർത്ഥന വലുതാണ്, അത് ഉപേക്ഷിക്കേണ്ടതല്ല. എന്നാൽ ആ പ്രാർത്ഥനയോളം വലുതാണ് വേദനിക്കുന്ന മനുഷ്യനെ സഹായിക്കുക എന്നുള്ള കാര്യം കൂടി. ചിലപ്പോൾ വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, ലീവ് ഗോഡ് ഫോർ ഗോഡ്. ദൈവത്തെ ദൈവത്തിന് വേണ്ടി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവികമായ കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ സഹായം ചോദിച്ച് സഹായം അർഹിക്കുന്നവരായി നമ്മുടെ ചുറ്റുപാടുകളിൽ കണ്ടാൽ, അവർ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ അവരിലും ദൈവമുണ്ട് എന്ന് കരുതി ആ പ്രാർത്ഥന അല്ലെങ്കിൽ ആത്മീയ കാര്യം അവിടെ നിർത്തിവെച്ച് ഈ വ്യക്തികളെ പോയി സഹായിക്കുവാനും പാവങ്ങളിൽ ക്രിസ്തുവിൻ്റെ മുഖം കാണുവാനും വേദനിക്കുന്നവരെ സഹായിക്കുവാനും നമുക്ക് കഴിയണമെന്നാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ഈ വാക്യത്തിലൂടെ അർത്ഥമാക്കിയത്. പ്രാർത്ഥനയുടെ ജീവിതത്തിൽ നമ്മൾ ആഴപ്പെടുന്നതനുസരിച്ച് പരസ്നേഹത്തിലും നമ്മൾ വളരേണ്ടതായിട്ടുണ്ട്. എന്തുമാത്രം ആത്മീയമായി നമ്മൾ വളരുന്നുവോ അത്രമാത്രം മനുഷ്യരിലേക്ക് നമ്മൾ വികസിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം പൊള്ളയായ വെറും ഭക്ത അഭ്യാസങ്ങളിലായി മാത്രം നിലനിൽക്കുമെന്നാണ് വിശുദ്ധ കാതറിൻ ഓഫ് സിയന്നയുടെ ജീവിതത്തിലെ ഈ കൊച്ചു അനുഭവം പഠിപ്പിക്കുന്നത്. മാത്രമല്ല, നിയമങ്ങൾക്ക് വേണ്ടിയുള്ളവനല്ല മനുഷ്യൻ, മനുഷ്യന് വേണ്ടിയുള്ളതാണ് എല്ലാ നിയമങ്ങളും. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ബലിയർപ്പണവും അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയുള്ളതാണ്? അടിസ്ഥാനപരമായി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്ന്, ദൈവത്തെ സ്നേഹിക്കുവാൻ. രണ്ട്, ദൈവത്തെ ശുശ്രൂഷിക്കുവാൻ. ദൈവത്തിന് വേണ്ടി ദൈവത്തിൽ നാം സ്വീകരിക്കുന്ന ആത്മീയ കൃപകളും നന്മകളും സ്നേഹവുമൊക്കെ നമ്മുടെ ചുറ്റുപാടുമുള്ള വ്യക്തികൾക്ക് വേണ്ടി, വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പങ്കിടുവാൻ വേണ്ടി കൂടിയാണ് ആ കൃപ നമ്മൾ ചെലവഴിക്കേണ്ടത്. ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ജീവിതത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ കടം കിടക്കുന്ന ഒരു പാപമാണ്. ഇന്നു മുതൽ നമ്മുടെ ആത്മീയ ജീവിതം വളരേണ്ട ഒരു മേഖല കൂടിയാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് മറ്റുള്ളവരുടെ നൊമ്പരങ്ങളെയും മറ്റുള്ളവരുടെ കണ്ണുനീരുകളും വേദനകളും ഒപ്പിയെടുക്കുന്നവരായി മാറാം. മറ്റുള്ളവരുടെ മനസ്സറിയുന്നവരായി നമുക്ക് മാറാം. ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായി മാറാം.
അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ.